ദൈവത്തെ സ്നേഹത്തിൽ ആഴമിത് ഒന്നിപ്പാൻ നാമിനാൽ ആവതില്ലേ. എത്രയോ ശ്രേഷ്ഠന്മാർ തൻ കരുതൽ എന്നെന്നും ഓർത്തിടുവാൻ വേണം. സുഭാഷിതം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഏതിനുമൊക്കെ എന്തെങ്കിലും അളവുകൾ എടുക്കാത്തവരായി ആരെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നില്ല. വിവിധ തരം കാര്യങ്ങളെ അളക്കുന്നതിന് വിവിധ തരം മെഷർമെന്റ്സ് ആണ് നമുക്കുള്ളത്. ഖരപദാർത്ഥങ്ങളും ദ്രാവക പദാർത്ഥങ്ങളും അളക്കുവാൻ വിവിധ തരം അളവുകോൽ. വീതിയും നീളവും ഉയരവും അളക്കുന്നത് മറ്റൊരു രീതിയിലുള്ള അളവുകോൽ കൊണ്ട്. വേദപുസ്തകം പഠിച്ചാലും അളവിനും അളവുകോലിനുമൊക്കെ വളരെ പ്രാധാന്യമുള്ളതായി കാണുവാൻ കഴിയും. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന യെശയ്യാപ്രവചനം 28 അധ്യായത്തിന്റെ 17 വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: ഞാൻ ന്യായത്തെ അളവു ചരടും നീതിയെ തൂക്കുകട്ടയും ആക്കി വെക്കും. I will make justice the measuring line and righteousness the plumb line. ഈ വാക്കുകൾ യഹോവയായ കർത്താവ് അരുളി ചെയ്തതായതുകൊണ്ട് എല്ലാ കാലത്തുമുള്ള എല്ലാ മനുഷ്യർക്കും ഇത് ബാധകമാകുന്നു. ദൈവം പറഞ്ഞിരിക്കുന്ന അതേ അളവുകോൽ തന്നെ ദൈവത്തിന്റെ മക്കളും ഉപയോഗിക്കണമെന്നാണ് ദൈവവചനം പറയുന്നത്. നീതിയും ന്യായവും നിന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമാകുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ ദൈവം വസിക്കുന്നു, ദൈവത്തിന്റെ സിംഹാസനവും സ്ഥാപിച്ചിരിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് നീതിയും ന്യായവും അല്ലാതെ മറ്റൊന്ന് നടപ്പിലാക്കുവാൻ കഴിയുകയില്ല. മത്തായി 7:2 യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത്: നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നാം ഓരോരുത്തരും ഉപയോഗിക്കുന്ന മാനദണ്ഡമാണ് നമ്മെയും വിലയിരുത്തുന്ന മാനദണ്ഡമെന്ന് മറന്നു പോകരുത്. സദൃശവാക്യങ്ങൾ 16:22 പറയുന്നു: യഹോവയോ ആത്മാക്കളെ തൂക്കി നോക്കുന്നു. 21:2-3 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു: മനുഷ്യന്റെ വഴിയൊക്കെയും അവന് ചൊവ്വായി തോന്നുന്നു, യഹോവയോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. നീതിയും ന്യായവും പ്രവർത്തിക്കുന്നത് യഹോവയ്ക്ക് ഹനനയാഗത്തെക്കാൾ ഇഷ്ടം. 1 ശമൂവേൽ 2:3 പറയുന്നു: അവൻ പ്രവൃത്തികളെ തൂക്കി നോക്കുന്നു. എബ്രായർ ലേഖനകർത്താവ് പറയുന്നത്: അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു, അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. വെളിപ്പാട് പുസ്തകം 2:23 പറയുന്നത്: ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവൻ എന്ന്. അതെ പ്രിയമുള്ളവരെ, നമ്മുടെ ചിന്തകളും വിചാരങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം ന്യായത്തോടും നീതിയോടും കൂടെയാണോ ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളും അളന്നു നോക്കണമെന്നാണ് ദൈവവചനം പറയുന്നത്. നമുക്ക് വേണ്ട അളവുകോൽ എങ്ങനെയായിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിലും വിശ്വാസത്തിലും അടിസ്ഥാനപ്പെടുമ്പോൾ ന്യായവും നീതിയും അളവുകോലാക്കി ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരുവാൻ ദൈവം നമ്മെ സഹായിക്കും. ആകയാൽ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, അങ്ങയുടെ വചനത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരം അവിടുന്ന് ഞങ്ങളെ തൂക്കി നോക്കുമ്പോൾ കുറവില്ലാത്തവരായി, അവിടുന്ന് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അളവിനൊത്തവണ്ണം നിറഞ്ഞു വരുവാൻ കൃപ തരണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ.